Hello students, welcome back. The P block elements. This is unit 7 in our class 12 chemistry. Okay. P block elements in the focus area we discuss. This is non-focus area. Okay. And about P block elements, we have a periodic table group 13 to 18 elements are P block elements. Okay. That boron family we already discussed. Okay. Or carbon family that we already plus 1 discuss group 13 and 14 plus 1 topic. Okay. We will discuss group 15 nitrogen family, group 16 oxygen family, group 17 fluorine family, and group 18 helium family. Okay. So, we 13 and 14 already plus 1 plus 2 topic 15 to 18 elements. Okay. So the elements in which the last electron enters to the valence p shell are called p block elements. They include elements of group 13 to 18. The general outer electronic configuration is ns2 np1 to 6. Boron atomic number 5 electronic configuration 1s2 2s2 2p1. Okay, carbon atomic number 6 1s2 2s2 2p2 and the last fluorine atomic number 9 1s2 2s2 2p5 neon 2p6 അപ്പോൾ 1 മുതൽ 2p6 വരെ 2p1 മുതൽ 2p6 വരെ. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത് ns2. ഓക്കെ, ദിസ് ഇസ് L shell, ഇത് ns, ഇത് np. np 1 to 6 ആണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പക്ഷെ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 ആണ്. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് അതൊരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ബട്ട് according to the properties of helium, it is a p block element and they are included in noble gases group 18. ഒരു നോബൽ ഗ്യാസ് ആണ്. ഓക്കെ, ഈ p ബ്ലോക്കിനകത്ത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഓക്കെ, നമ്മളിപ്പം ഒരു ഓക്സിജൻ ഫാമിലി എടുത്ത് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം എടുത്തു കഴിഞ്ഞാൽ ഓക്സിജനും സൾഫറും ഒക്കെ നോൺ മെറ്റൽസ് ആണ്. സെലീനിയം, ടെലൂറിയം ഒക്കെ മെറ്റലോയിഡ്സ് കാറ്റഗറി വരും. ആൻഡ് പൊളോണിയം ഒരു മെറ്റലാണ്. ഡൗൺ ദ ഗ്രൂപ്പ് we know the trend in a group, down the group the metallic character increases ആണ്. അപ്പോൾ അതിനകത്ത് മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്, മെറ്റലോയിഡ്സും ഉണ്ട്. എസ് ബ്ലോക്ക് എടുത്താൽ കംപ്ലീറ്റ് മെറ്റൽസ് ആണ്. ഡി ബ്ലോക്കിലും എഫ് ബ്ലോക്കിലും കംപ്ലീറ്റ് മെറ്റൽസ് ആണ്. എന്നാൽ പി ബ്ലോക്കിൽ മാത്രം എല്ലാ കാറ്റഗറിയും ഉണ്ട്. മെറ്റൽസ് ഉണ്ട്, മെറ്റൽസിൻ്റെ എണ്ണം കുറവാണ്. നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട്, ഞാൻ പറഞ്ഞു 15 മുതൽ 18 വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ഈസ് group of 15 elements. Group of 15 elements is also called the nitrogen family, that includes the elements nitrogen, phosphorus, arsenic, antimony and bismuth. Okay, ഇത്രയും എലമെന്റുകളാണ് ഗ്രൂപ്പ് 15 അകത്തുള്ളത്. ക്ലിയർ? ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദ ഒക്യുറൻസ്. എങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പ് 15 എലമെന്റ്സ് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്? അവിടെ നമുക്ക് എർത്ത് എടുത്തു കഴിഞ്ഞാൽ 78 എർത്തിലെ അറ്റ്മോസ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ 78% നൈട്രജനും 21% ഓക്സിജനും ബാക്കി ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് ബാക്കിയുള്ള ഗ്യാസസ്. ഓക്കെ, സോ മോളിക്കുലാർ നൈട്രജൻ ദാറ്റ് മീൻസ് N2 78% വോള്യം ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്. മൊത്തം അറ്റ്മോസ്ഫിയറിന്റെ വോള്യത്തിന്റെ 78% നൈട്രജൻ ആണ്. ആൻഡ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ഇറ്റ് ഒക്യൂർസ് ആസ് സോഡിയം നൈട്രേറ്റ് NaNO3 ആയിട്ട് അവൈലബിൾ ആണ്. And that is called chili saltpeter. NaNO3 is also called chili saltpeter. And potassium nitrate item nitrogen available ആണ്. And that is also called Indian saltpeter. Okay, അപ്പോൾ നൈട്രജൻ മോളിക്കുലാർ നൈട്രജൻ ആയിട്ട് 78% അറ്റ്മോസ്ഫിയറിലുണ്ട്. ആൻഡ് NaNO3 ആയിട്ട് that is called chili saltpeter. And KNO3 ആയിട്ട് that is also called Indian saltpeter. That's about nitrogen, the occurrence of nitrogen. And phosphorus occurs in minerals of apatite family. Apatite family എന്ന് പറഞ്ഞാൽ അത് കാൽഷ്യം ഫോസ്ഫേറ്റുകളാണ്. Ca9 PO4 6 times CaX2. അവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിൻ, ക്ലോറിൻ അല്ലെങ്കിൽ OH വരാം. ഫോസ്ഫേറ്റുകളായിട്ടാണ്. അതിനൊരു എക്സാമ്പിളാണ് ഫ്ലൂർ അപ്പാറ്റൈറ്റ്. Ca9 PO4 6 times CaF2. ഇവിടെ എക്സിന് പകരം ഫ്ലൂറിൻ വന്നത്. അപ്പോൾ ഫോർമുലയൊന്നും ചോദിക്കില്ല. അപ്പോൾ അപ്പാറ്റൈറ്റ് ഫാമിലി, ദാറ്റ്സ് എ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഫ്ലൂർ അപ്പാറ്റൈറ്റ്. അപ്പോൾ നമ്മളോട് ഫോസ്ഫറസിൻ്റെ ഒരു മിനറൽ ചോദിച്ചാൽ അപ്പാറ്റൈറ്റ് എന്ന് എഴുതിയാൽ മതി. അപ്പാറ്റൈറ്റ് ഫാമിലി അല്ലെ ഫ്ലൂർ അപ്പാറ്റൈറ്റ്. ഓക്കെ, ഫോർമുല ഒന്നും ചോദിക്കാറില്ല.
വിച്ച് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ഫോസ്ഫേറ്റ് റോക്ക്. ഫോസ്ഫേറ്റ് റോക്കുകളുടെ മെയിൻ കമ്പോണൻ്റ് ആണ് അപ്പറ്റൈറ്റ് ഫാമിലിയിൽപ്പെട്ട കോമ്പൗണ്ടുകൾ. ഫോസ്ഫേറ്റുകളാണ്, കാൽഷ്യം ഫോസ്ഫേറ്റുകളാണ്. ഇതിനൊരു ബെറ്റർ എക്സാമ്പിളാണ് ഫ്ലൂർ അപ്പറ്റൈറ്റ്. ഓക്കെ, ആൻഡ് ഒക്യൂറൻസ് അവിടെ കഴിഞ്ഞു. ഒക്യൂറൻസ് അങ്ങനെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ അല്ല. ഇനി ചോദിച്ചു കഴിഞ്ഞാലും നൈട്രജൻ്റെ 2 സോഴ്സുകൾ അല്ലെങ്കിൽ 3 സോഴ്സുകൾ ചോദിച്ചാൽ ഒന്ന് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ, മോളിക്കുലർ നൈട്രജൻ ഉണ്ട്. അതേപോലെ നമുക്ക് സോഡിയം നൈട്രേറ്റ്, അതായത് ചിലി സാൾട്ട് ബീറ്റർ ഉണ്ട്, ഇന്ത്യൻ സാൾട്ട് ബീറ്റർ എന്ന് പറയുന്ന സോഡിയം പൊട്ടാഷ്യം നൈട്രേറ്റ് ഉണ്ട്. അതേപോലെ ഫോസ്ഫറസിൻ്റെ ഒരു ഓർ അല്ലെങ്കിൽ ഒരു സോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലൂർ അപ്പാറ്റൈറ്റ് അല്ലെങ്കിൽ അപ്പാറ്റൈറ്റ് ഫാമിലി എന്ന് എഴുതിയാലും you will get the marks. Okay, and first of all we are going to discuss about the electronic configuration. Nitrogen atomic number 7 ആണ്. Electronic configuration 1s2 2s2 2p3 ആണ്. ഓക്കെ, അതിൻ്റെ താഴെയുള്ള ഫോസ്ഫറസിന് എന്ത് വരും? 3s2 3p3 വരും. എന്ന് വെച്ചാൽ the outer electronic configuration, the general outer electronic configuration is ns2 np3. Okay, first of all electronic configuration is over, and the second one is atomic and ionic radii. ഒരു periodic table atomic and ionic radii ട്രെൻഡ് എന്താ? ദാറ്റ് ജനറലി ഡിക്രീസസ് അക്രോസ് എ പീരീഡ് ആണ്. നമ്മളിവിടെ പീരീഡിലല്ല ഡിസ്കസ് ചെയ്യുന്നത്. ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ നൈട്രജൻ ഫാമിലി എന്ന് പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത് എന്ന് പറയുന്ന ഗ്രൂപ്പ് 15 എലമെന്റ്സിൽ ഡൗൺ ദ ഗ്രൂപ്പ് എന്താണ് ട്രെൻഡ്? ഡൗൺ ദ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാം, ദ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് ഇൻക്രീസസ്. ഓക്കെ, ഇവരെല്ലാവരും അധികവും കൊവാലൻ മോളിക്യൂൾസ് ഉണ്ടാക്കുന്നവരാണ്. സോ വി ആർ സെയിങ് ദ കൊവാലൻ റേഡിയസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, കൊവാലൻ്റ് ആൻഡ് അയണിക് റേഡിയെ. ഇനി അയോണുകളാണ് എങ്കിലും അയോണുകൾക്ക് അയോണിക് റേഡിയെ, ആറ്റം ആണെങ്കിൽ കൊവാലൻ റേഡിയെ, അത് രണ്ടും എന്താണ്? ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ബട്ട് ദർ ഇസ് എ കൺസിഡറബിൾ ഇൻക്രീസസ് ഫ്രം നൈട്രജൻ ടു ഫോസ്ഫറസ്. നൈട്രജനിൽ നിന്നും ഫോസ്ഫറസിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ഇൻക്രീസ് ഉണ്ട്. പക്ഷേ ആർസെനിക്കിൽ നിന്നും ബിസ്മത്തിലേക്ക് ദ ഇൻക്രീസ് ഇസ് വെരി ലോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദർ ഇസ് എ കൺസിഡറബിൾ ഇൻക്രീസ് ഇൻ കൊവാലൻ റേഡിയസ് ഫ്രം നൈട്രജൻ ടു ഫോസ്ഫറസ്. ഹവർ ഫ്രം ആർസെനിക് ടു ബിസ്മത്ത് ഓൺലി എ സ്മോൾ ഇൻക്രീസ് ഇൻ കൊവാലൻ റേഡിയസ് ഈസ് ഒബ്സർവ്ഡ്. അതിൻ്റെ കാരണം അതിൽ എല്ലാം ഫോസ്ഫറസിന് ശേഷമുള്ള എലമെൻറ്റുകളിലെല്ലാം ഓക്കെ, ഇത് പീരീഡ് 2 ആണ്, ഇത് പീരീഡ് 3 ആണ്, പീരീഡ് 4ന് ശേഷമുള്ളതിലെല്ലാം ഡി ഓർബിറ്റൽ ഇൻവോൾവ് ആണ്. ഡി ഓർബിറ്റൽസ്, ഡി ഓർബിറ്റൽ ഓഫർ ചെയ്യുന്ന ഷീൽഡിംഗ് എന്ന് പറയുന്നത് പുവർ ഷീൽഡിംഗ് ആണ്. ദേ ഓഫർ പുവർ ഷീൽഡിംഗ്. ഷീൽഡിംഗ് എഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് റേഡിയസ് കുറയാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരു ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഷീൽഡ് വന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ സൈസ് കൂടണം. പക്ഷെ ഇടയിൽ നിൽക്കുന്ന ഷീൽഡ് വീക്ക് ആണെങ്കിലോ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ഷീൽഡിംഗ് എഫക്ട്? എസ് ഗ്രേറ്റർ ദാൻ, പി ഗ്രേറ്റർ ദാൻ, ഡി ഗ്രേറ്റർ ദാൻ എഫ് ആണ്. ഡിയിലും എഫിലും വെരി പുവർ സ്ക്രീനിങ് അല്ലെങ്കിൽ പുവർ ഷീൽഡിംഗ് ആണ്. പുവർ ഷീൽഡിംഗ്. അപ്പോൾ ഡി ഇലക്ട്രോൺസ് ഇടയിൽ വരുന്നത് കൊണ്ട് അത്രയും ഇലക്ട്രോൺ കൊണ്ടുള്ള ഷീൽഡിംഗ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് സൈസ്, ന്യൂക്ലിയസിന് അട്രാക്ഷൻ കൂടുന്നു. അതുകൊണ്ട് സൈസ് ഡിക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. താഴേക്ക് സൈസ് ഇൻക്രീസ് ചെയ്യും, അപ്പോൾ ഡിക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടി വരുമ്പോൾ ഇൻക്രീസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നൈട്രജൻ ഫോസ്ഫറസിലേക്ക് സാധാരണ രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇൻക്രീസ് തന്നെയാണ്. ബട്ട് ദർ ഈസ് എ സ്മോൾ ഇൻക്രീസ് ഇൻ റേഡിയസ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇന്റർവെൻഷൻ ഓഫ് ഡി ഓർബിറ്റൽ വിച്ച് ഓഫർ ഓൺലി എ പുവർ ഷീൽഡിംഗ്, വെരി ലോ ലെവൽ ഓഫ് ഷീൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഡി ഉണ്ട്, പിന്നെ താഴേക്ക് വരുമ്പോൾ എഫ് ഉണ്ട്. എഫ് വരുമ്പോൾ ഷീൽഡിംഗ് അതിനേക്കാളും പോറാവും. ഓക്കെ, അപ്പോൾ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൻ്റെ ട്രെൻഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ജനറലി ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. And there is a considerable increase there is a regular increase from nitrogen to phosphorus. But after phosphorus, from arsenic to bismuth, there is only a small increase that is due to the poor shielding of D and F orbital electrons. Clear? Okay? അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിസ്കസ് ചെയ്തു, അറ്റോമിക് ആൻഡ് അയണിക് റേഡിയം ഡിസ്കസ് ചെയ്തു. And the next is ionization enthalpy. Ionization, what is the definition of ionization enthalpy? It is the energy required to remove an electron from an isolated gaseous atom. ഒരാറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ, ഏറ്റവും പുറത്തുള്ള ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ താഴേക്ക് സൈസ് കൂടുകയാണ്. സൈസ് കൂടിയ ഒരാറ്റത്തിൽ നിന്നും, വലിയൊരാറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഈസിയറാണ്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി ഫോളോസ് ദ റിവേഴ്സ് ട്രെൻഡ്, ഓപ്പോസിറ്റ് ട്രെൻഡ് ആസ് ദാറ്റ് ഓഫ് അറ്റോമിക് റേഡിയസ് ഓൾവേസ്.
അറ്റോമിക് റേഡിയസിന് നേരെ ഓപ്പോസിറ്റ് ട്രെൻഡ് ആയിരിക്കും. സോ ദ അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് അക്രോസ് എ പീരീഡ്. അത് ഈ ഗ്രൂപ്പിൽ മാത്രമല്ല, എല്ലാ ഗ്രൂപ്പിലും അങ്ങനെ തന്നെയാണ്. അയണൈസേഷൻ എന്താൽപ്പി താഴേക്ക് കുറയും, ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ അയണൈസേഷൻ എന്താൽപ്പി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഡ്യൂ ടു ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ അറ്റോമിക് സൈസ്. അപ്പോൾ അവിടെ ആ പോയിന്റ് പറഞ്ഞു. പിന്നെ നമ്മളവിടെ കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ അവിടെ ഗ്രൂപ്പ് 15 ഉണ്ട്. ഓക്കെ, അതേപോലെ അതിൻ്റെ തൊട്ട് മുമ്പ് എന്തുണ്ട്, ഗ്രൂപ്പ് 14 എലമെന്റ്സ് ഉണ്ട്. ഗ്രൂപ്പ് 14 എലമെന്റ്സ് എന്ന് വെച്ചാൽ കാർബൺ ഫാമിലിയാണ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ് ആണ്. ഓക്കെ, ഇവിടെ ഗ്രൂപ്പ് 15 എന്ന് വെച്ചാൽ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത് ആണ്. അപ്പോൾ ഗ്രൂപ്പ് 14നെയും 15നെയും ഡിസ്കസ് ചെയ്താൽ ഇത് അക്രോസ് ദ സീരീസ് ആണ്, സൈസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് 15ന് എന്തായിരിക്കും, അയണൈസേഷൻ എന്താൽപ്പി എപ്പോഴും കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ സൈസ്, ഓൾസോ ഡ്യൂ ടു വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് NS2 NP3 ആണ്. വാട്ട് ഈസ് ദിസ് NP3? NP3 എന്ന് പറഞ്ഞാൽ പി ഓർബിറ്റൽ എടുത്തു കഴിഞ്ഞാൽ പി ഓർബിറ്റൽ NP3 എന്ന് വെച്ചാൽ എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആണ്. അപ്പോൾ എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആകുമ്പോൾ സ്റ്റേബിൾ ആണ്. സ്റ്റേബിൾ ആകുമ്പോൾ അതിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എന്താൽപ്പിയോ ഗ്രൂപ്പ് 15 എലമെന്റ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലാണ്. ഇവിടുന്ന് സൈസ് കുറഞ്ഞത് കൊണ്ട് മാത്രമല്ല, അതിനേക്കാളും കൂടുതലാണ് ദാൻ ദാറ്റ് ഓഫ് ഗ്രൂപ്പ് 14 എലമെന്റ് ഡ്യൂ ടു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇൻ ഗ്രൂപ്പ് 15. അവിടെ ഒരു എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് NP3 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അത് നൈട്രജൻ ആണെങ്കിൽ 2p3 ആണ്, ഫോസ്ഫറസ് ആണെങ്കിൽ 3p3 ആണ്, ആർസെനിക് ആണെങ്കിൽ 4p3 ആണ്, ആന്റിമണി ആണെങ്കിൽ 5p3 ആണ്, ബിസ്മത്ത് ആണെങ്കിൽ 6p3 ആണ്. എല്ലാം എക്സാക്ട്ലി ഹാഫ് ഫിൽഡ് ആണ്. ദാറ്റ് ഹാസ് എ സ്റ്റെബിലിറ്റി. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതിയാൽ മതി. ഗ്രൂപ്പ് 14നുമായിട്ട് കമ്പയർ ചെയ്താൽ മാത്രമേ, കമ്പയർ ചെയ്യുന്ന എന്തെങ്കിലും രീതിയിൽ ചോദിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറയേണ്ടിയുള്ളൂ, ഇത് പറയേണ്ടിയുള്ളൂ. അപ്പോൾ അതും ഒരു പോയിന്റ് ആയിട്ട് പഠിച്ചു കൊടുക്കാം. നെക്സ്റ്റ്, ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. എയും ബിയും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ ആ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ എക്സാക്ട് എൻ്റെയും ബിൻ്റെയും അടുത്താണ് നിൽക്കേണ്ടത്. എന്നാൽ അവിടെ എന്ത് സംഭവിക്കുന്നു, ബി ഇലക്ട്രോനെഗറ്റീവ് ആണെങ്കിൽ ആ ഷെയർ ചെയ്തിരിക്കുന്ന പെയർ ഓഫ് ഇലക്ട്രോൺ അതിൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്താൻ ഒരു കഴിവ്. ദാറ്റ് ഈസ് ഇലക്ട്രോനെഗറ്റിവിറ്റി, എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടു ഇറ്റ് സെൽഫ്. അതിൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്താനുള്ള കഴിവ് താഴെ. അത് അറ്റോമിക് റേഡിയസ്. ഒരു ചെറിയ ആറ്റവും, അതെ, ഒരു ചെറിയ ആറ്റവും, ഇതൊരു ചെറിയ ആറ്റം, ഒരു വലിയ ആറ്റം കൊടുത്താൽ ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടുതൽ ചെറിയ ആറ്റത്തിനാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 17 ഒക്കെ അല്ലേ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ അല്ലേ. അപ്പോൾ സൈസ് കുറയുന്നതിനനുസരിച്ചാണ് അട്രാക്ട് ചെയ്യാനുള്ള പവർ കൂടുക, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക. അപ്പോൾ സൈസ് കൂടുകയാണ് ഡൗൺ ദ ഗ്രൂപ്പ്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. നമ്മൾ ഈ പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് 15 മാത്രം എടുക്കുന്നത്, അല്ലാണ്ട് അക്രോസ് എ പീരീഡും വേറെ ഗ്രൂപ്പ് ഒന്നും എടുക്കുന്നില്ല. സോ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് വിത്ത് ഇൻക്രീസിങ് അറ്റോമിക് സൈസ്. സൈസ് കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും, സൈസ് കുറഞ്ഞ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. പക്ഷെ അവിടെ ഇൻക്രീസ് ഇൻ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എവിടേക്ക്, ആർസെനിക് മുതൽ ബിസ്മത്ത് വരെയുള്ള എലമെന്റ്സിൽ. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് അറ്റോമിക് റേഡിയസ് വല്ലാണ്ട് കൂടുന്നില്ല, അതുകൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി വല്ലാണ്ട് കുറയുന്നില്ല. സോ എമംഗ്സ് ഹെവിയർ എലമെന്റ്സ് എന്ന് വെച്ചാൽ ഇതിലെ ഏറ്റവും വലിയ എലമെന്റ്സ് ആർസെനിക്, ആന്റിമണി, ബിസ്മത്തിൽ ദർ ഈസ് ഓൺലി എ സ്മോൾ ഡിഫറൻസ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വല്ലാണ്ട് വ്യത്യാസമല്ല, എന്നാലും എന്ത് തന്നെയാണ്, കുറയുക തന്നെയാണ്. അറ്റോമിക് റേഡിയസ് വല്ലാണ്ട് കൂടാത്തത് കൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി വല്ലാണ്ട് കുറയുന്നില്ല. ഓക്കെ, സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓൾസോ വി ഡിസ്കസ്ഡ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞു. അറ്റോമിക് റേഡിയസ് increases down the group, but there is a considerable increase from nitrogen to phosphorus. But after from arsenic to bismuth, there is only a small increase. Ionization enthalpy decreases down the group. Okay, and electronegativity also decreases down the group. But in heavier members, that is from arsenic to bismuth, there is only a small decrease in electronegativity. That means the electronegativity ഓഫ് ആർസെനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത് ചെറിയ ഡിഫറൻസ് മാത്രമേ ആ കാര്യത്തിലുള്ളൂ. നെക്സ്റ്റ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ജനറൽ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നൈട്രജനും ഫോസ്ഫറസും എല്ലാം എടുത്തിട്ടുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്. നൈട്രജൻ ഈസ് എ നോൺ മെറ്റൽ. ഫോസ്ഫറസ് ഓൾസോ നോൺ മെറ്റൽ. ഓക്കെ,
ആർസെനിക് ആൻഡ് ആന്റിമണി ആർ മെറ്റലോയിഡ്സ്. നമുക്കറിയാം മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ആണ്. ആൻഡ് ബിസ്മത്ത് ഈസ് എ മെറ്റൽ. താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടും. ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നവർ മെറ്റൽസ് ആണ്. അത് ഈ ഗ്രൂപ്പിൽ മാത്രമല്ല, എല്ലാ ഗ്രൂപ്പിലും അങ്ങനെയാണ്. സോ നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ആർ നോൺ മെറ്റൽസ്, ആർസെനിക് ആൻഡ് ആന്റിമണി ആർ മെറ്റലോയിഡ്സ്, ആൻഡ് ബിസ്മത്ത് ഈസ് എ മെറ്റൽ. ഓക്കെ, ഇതിലുള്ള എല്ലാ എലമെന്റ്സുകളും പോളി അറ്റോമിക് ആണ്. N2 ആണ്, നൈട്രജൻ N2, ഫോസ്ഫറസ് P4 ആണ്. ഓക്കെ, ആർസെനിക് AS4 ആണ്. Okay, all elements of these groups are polyatomic, but dinitrogen is diatomic. N2 is diatomic. ബാക്കിയുള്ള എല്ലാവരും പോളിയറ്റോമിക് ആണ്. അതേപോലെ തന്നെ N2 എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ്. ബാക്കിയുള്ള എല്ലാവരും സോളിഡ്സ് ആണ്. ഓക്കെ, അത് നൈട്രജന്റെ ഒരു അനോമലസ് ബിഹേവിയർ കൂടിയാണ്. ഫസ്റ്റ് മെമ്പറിന് മറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് വരുന്നതിനെയാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ എന്ന് പറയാം. ഓക്കെ, സോ ഡൈനൈട്രജൻ ഈസ് എ ഗ്യാസ് വൈൽ അതേഴ്സ് ആർ സോളിഡ്സ്. എക്സെപ്റ്റ് നൈട്രജൻ ഓൾ എലമെന്റ് ഷോസ് അലോട്രോപ്പി. അലോട്രോപ്പി എന്ന് വെച്ചാൽ ഒരാൾ അതിന് ഡിഫറെൻറ്റ് ഫിസിക്കൽ ഫോം. ഇപ്പം കാർബണിന് ഗ്രാഫൈറ്റും ഉണ്ട്, ഡയമണ്ടും ഉണ്ട്, കാർബൺ ബ്ലാക്കും ഉണ്ട്, ഓക്കെ, ഫുള്ളറീനും ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ അലോട്രോപ്സ് ആണ്. എല്ലാം കാർബൺ ആണ്, ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ ഫോംസ്. അപ്പോൾ അതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. വെരി സിമ്പിൾ. ഓക്കെ, ആൻഡ് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഇവർ ഒരു ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഇലക്ട്രോണെ കൊടുക്കും? ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നൈട്രജൻ ആണ് ഫസ്റ്റ് മെമ്പർ. ഓക്കെ, അവിടെ ഫോസ്ഫറസ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ആർസെനിക് ഉണ്ട്, ആന്റിമണി ഉണ്ട്, ബിസ്മത്ത് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ നൈട്രജൻ എടുക്കുന്നു. അറ്റോമിക് നമ്പർ 7. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് 1s2, 2s2, 2p3 ആണ്. ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ എത്ര വരെ? 15 ആണ്. ആൻഡ് 1s2, 2s2, 2p6, 3s2, 3p3 ആണ്. ഇവർക്ക് ഏറ്റവും പുറത്തെ ഷെല്ലിൽ, ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്, ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്, ഇത് എം ഷെല്ല്, ഏറ്റവും പുറത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്. ആ 5 ഇലക്ട്രോൺസിനും വിട്ടുകൊടുത്തുകൊണ്ട് +5 കാണിക്കാം. ഇനി ഇവിടെയുള്ള 3 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തുകൊണ്ട് +3 കാണിക്കാം. ഇനി 8 തികയ്ക്കാൻ വേണ്ടിയിട്ട് 3 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് -3 കാണിക്കാം. So the common oxidation state of these elements are -3, +3 and +5. ഇതാണ് കോമൺ. അതല്ലാണ്ടും കാണിക്കും -3, +3 and +5. ഓക്കെ, 3 എണ്ണത്തിന് ആക്സെപ്റ്റ് ചെയ്യാം -3, 3 എണ്ണത്തിന് വിട്ടുകൊടുക്കാം, പിയിലുള്ളത് മാത്രം വിട്ടുകൊടുക്കാം +3, ഈ 5നെയും വിട്ടുകൊടുക്കാം +5. ഓക്കെ, സോ ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് -3, +3, +5. എന്നാൽ താഴേക്ക് പോകുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്, മെറ്റാലിക് ക്യാരക്ടർ എന്താ ചെയ്യുന്നത്? മെറ്റാലിക് ക്യാരക്ടർ കൂടുകയാണ്. സൈസ് കൂടുകയല്ലേ? സൈസ് കൂടുമ്പോൾ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടും. ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള കഴിവാണ് താഴേക്ക് കൂടുന്നത്. അപ്പോൾ -3 കാണിക്കാനുള്ള ടെൻഡൻസി താഴേക്ക് കുറയാണ്. ഓക്കെ, ദ ടെൻഡൻസി ടു എക്സിബിറ്റ് -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് മെറ്റാലിക് ക്യാരക്ടർ. താഴേക്ക് പോകുന്നതിനനുസരിച്ച് സൈസ് കൂടുന്നു, ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള കഴിവാണ് കൂടുന്നത്. ഓക്കെ, പിന്നെ അവിടെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് +5 ആൻഡ് +3. -3 കുറയാണ്. അത് ഏത് ഗ്രൂപ്പിലും മൈനസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയും. ഇനി നൈട്രജൻ അറ്റോമിക് നമ്പർ 7, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p3. ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15, 1s2, 2s2, 2p6, 3s2, 3p3 ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ ആർസെനിക് എന്ന് പറയുമ്പോൾ പിന്നെ 4ാമത്തെ പീരീഡിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ആഫ്റ്റർ ഡി ബ്ലോക്ക് ആണ്. അപ്പോൾ ഡി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 18 എലമെന്റ്സ് വരുമ്പോൾ 1833 ആണ് അറ്റോമിക് നമ്പർ. ആൻഡ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, ഓക്കെ, ആൻഡ് 4s2, 3d10, ഓക്കെ, 30ആയി. ആൻഡ് 4p3 ആണ്, 4p3. അപ്പോൾ ഇവിടെ ഇതാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് കെ ഷെല്ല്, ഇത് എൽ ഷെല്ല്, ഇത് എം ഷെല്ല്, ഇത് എൻ ഷെല്ലാണ്. അപ്പോൾ എൻ ഷെല്ലാണ് ഏറ്റവും പുറത്തുള്ള ഷെല്ല്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇടയിൽ ഡി ഓർബിറ്റൽ വരുന്നുണ്ട്. ഈ ഡി ഓർബിറ്റൽ ഓഫർ ചെയ്യുന്ന ഷീൽഡിംഗ് എന്ന് പറയുന്നത് പുവർ ഷീൽഡിംഗ് ആണ്. എന്നാൽ അങ്ങനെ ഒരു ഡി ഓർബിറ്റൽ ഇവിടെ ഇല്ല. ഇവിടെ ഫോസ്ഫറസിൽ നിന്നും ഇതിലേക്കുള്ള ദൂരമാണ് ഇതിൻ്റെ റേഡിയസ്. എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൽ നിന്നും, നൈട്രജന്റെ ന്യൂക്ലിയസിൽ നിന്നും ഇതിലേക്കുള്ള ദൂരമാണ് അതിൻ്റെ റേഡിയസ്.
ഇവിടെ ഇതിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും 4p3 ദൂരമാണ് അതിൻ്റെ റേഡിയസ്. പക്ഷേ അതിൽ ഡി ഓർബിറ്റലാണ്, 10 ഇലക്ട്രോൺ ഡി ഓർബിറ്റലാണ്. അപ്പോൾ അവർ ഓഫർ ചെയ്യുന്ന ഷീൽഡിംഗ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് സൈസ് കുറയാനുള്ള ടെൻഡൻസി അവിടെ ഉണ്ട്. നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതാ, സൈസ് അവിടെ കുറയാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇനി ഇത് ആർസനിക് കഴിഞ്ഞ് ആൻറ്റിമണിയിലേക്ക് പോകുമ്പോൾ അവിടെ 4d വരും. ഇനി അത് ബിസ്മത്തിലേക്ക് പോകുമ്പോൾ അവിടെ 4fഉം 5dയും വരും. 5dയും വരും, 4f ഓർബിറ്റലും വരും. അപ്പോൾ അവരൊക്കെ ഓഫർ ചെയ്യുന്ന ഷീൽഡിംഗ് കുറവാണ്. അപ്പോൾ താഴേക്ക് പോകുന്നതിനനുസരിച്ച് ഷീൽഡിംഗ് എഫക്റ്റ് കുറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടുന്നുണ്ട്. ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ആർസനിക് മുതൽ ആൻറ്റിമണി മുതൽ ബിസ്മത്ത് വരെ നന്നായിട്ട് കൂടുന്നുണ്ട് ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ. അപ്പോൾ അവിടെ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ കൂടുമ്പോൾ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺസ് ആരാ? എല്ലാ കേസിലും NS2 ആണ്. അത് നൈട്രലിലാണെങ്കിലും ഫോസ്ഫറസിലാണെങ്കിലും ആർസനിക്കിലാണെങ്കിലും ആൻറ്റിമണിയിലാണെങ്കിലും ബിസ്മത്തിലാണെങ്കിലും NS2 തന്നെയാണ് ഏറ്റവും പുറത്തുള്ള ഷെല്ല്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഇതിൻ്റെ മേലേക്കുള്ള അട്രാക്ഷനെ തടയാനുള്ള ഷീൽഡുകൾ വീക്കാണ് ആർസനിക്കിലും ആൻറ്റിമണിയിലും ബിസ്മത്തിലും. ഡി ഓർബിറ്റലും എഫ് ഓർബിറ്റലും ഇൻവോൾവ് ആയതുകൊണ്ട് ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യും. ന്യൂക്ലിയസിന്റെ പിടുത്തം ഏറ്റവും കൂടുതൽ, ന്യൂക്ലിയർ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ എസിന്റെ മേലെയാണ്. ദെൻ പി, ദെൻ ഡി, ദെൻ എഫ്. എസും പിയും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു വെക്കും. അപ്പോൾ ഈ എസ് ഇലക്ട്രോൺ ഇവർ പിടിച്ചു വെക്കും. ആ ഇലക്ട്രോൺ പെയർ, 2 ഇലക്ട്രോൺ ഉണ്ട്, ദേ വിൽ ബിക്കം ഇനേർട്ട് ഡൗൺ ദ ഗ്രൂപ്പ്. ആർസനിക് മുതൽ ആൻറ്റിമണി മുതൽ ബിസ്മത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർ ഇനേർട്ട് ആവും, റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കാണ്ട് വരും. അപ്പോൾ ഏറ്റവും താഴെയുള്ള ആൾക്ക് എന്തേ കാണിക്കാൻ പറ്റുള്ളൂ? +3 കാണിക്കാൻ പറ്റുള്ളൂ, +5 കാണിക്കാൻ പറ്റില്ല. കാരണം NSലുള്ള 2 ഇലക്ട്രോണെ ന്യൂക്ലിയസ് പിടിച്ചു വെച്ചു. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഇനേർട്ട് പെയർ എഫക്റ്റ്. നമ്മൾ പഠിച്ചതാ +1. ഓക്കെ, സോ ദ സ്റ്റെബിലിറ്റി ഓഫ് +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. 2 ഇലക്ട്രോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് +5 കാണിക്കില്ല. ആൻഡ് +3 സ്റ്റേറ്റ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് ഡ്യൂ ടു, ഇത്രയും പറഞ്ഞതിനെ നമുക്ക് ഒറ്റ വാക്കിൽ വിശദീകരിക്കാം. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. വാട്ട് ഈസ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ എഴുതാം. ഓക്കെ, എ പെയർ ഓഫ് s electron become inert due to the ineffective shielding, poor shielding, effective alla, ineffective shielding or screening, ineffective shielding of d and f electrons. ഡിയിലെയും ഡി ഓർബിറ്റലിലെയും എഫ് ഓർബിറ്റലിലെയും ഇലക്ട്രോൺസിന് ഇനഫക്റ്റീവ് ഷീൽഡ് കൊണ്ട് താഴേക്ക് വരുമ്പോൾ NSലുള്ള ഇലക്ട്രോണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അവർക്ക് എന്താണ്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? -3ന്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യാണ്, +5ന്റെ സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യാണ്, +3ന്റെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാണ് ഡൗൺ ദ ഗ്രൂപ്പ്. അതവിടെ പറഞ്ഞു. നൈട്രജന് ഇപ്പോൾ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെയാണ്? -3 ഉണ്ട്, പക്ഷെ താഴേക്ക് വരുമ്പോൾ അത് കാണിക്കൂല. ഇപ്പോൾ NH3 ഒക്കെ എടുത്താൽ അതിൽ ഹൈഡ്രജന് +1 × 3 ആണ്, നൈട്രജന് -3 ആണ്. ഓക്കെ, NCl അതേപോലെ NF3 എടുത്താൽ -1 × 3 ആണ്, നൈട്രജന് +3 ആണ്. ഓക്കെ, അപ്പോൾ താഴേക്ക് വരുന്നതിനനുസരിച്ച് മേലെ -3 കാണിക്കുന്നുണ്ടെങ്കിലും താഴേക്ക് വരുന്നതിനനുസരിച്ച് -3 കാണിക്കാത്ത അവസ്ഥ വരും. അതേപോലെ താഴേക്ക് വരുന്നതിനനുസരിച്ച് +5 കാണിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ മേലെയുള്ള ആളുകൾക്ക് +5 ഉണ്ട്, +3 ഉണ്ട് എന്ന് പറഞ്ഞാലും നൈട്രജന് നോർമലി +5 ഇല്ല. അതെന്തുകൊണ്ടാണ്? മേലെയുള്ള ആളുകൾക്ക് +5 സ്റ്റേബിൾ ആണ്. ദ സ്റ്റെബിലിറ്റി ഓഫ് +5 ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ആണ്. പക്ഷെ നൈട്രജന് +5 ഇല്ല. ഓക്കെ, എന്തുകൊണ്ടല്ലാത്തത്? നൈട്രജൻ അറ്റോമിക് നമ്പർ 7, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3 ആണ്. 1s2 2s2 2p3. അപ്പോൾ ഇവിടെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ s ഓർബിറ്റൽ എന്ന് വെച്ചാൽ ഒരൊറ്റ ഓർബിറ്റൽ അല്ലെ, ഒന്നല്ലേ ഉള്ളൂ. ഇതൊന്ന്, ഇത് 3, 1 + 3, 4 ഓർബിറ്റലേ ഉള്ളൂ. അപ്പോൾ 4 ബോണ്ട് ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുള്ളൂ, മാക്സിമം 4 ബോണ്ട്. ഓക്കെ, NH4+, 4 ബോണ്ടുകൾ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുള്ളൂ. പക്ഷെ അപ്പോൾ അവർക്ക് എന്നാൽ ഫോസ്ഫറസിലേക്ക് വരുമ്പോഴോ, ഫോസ്ഫറസ് വരുമ്പോൾ 1s2 2s2 2p6 3s2 3p3 3d0. വേണമെങ്കിൽ ഡി ഓർബിറ്റൽ ഉപയോഗിക്കാം. അവൈലബിലിറ്റി ഓഫ് വാക്കന്റ് ഡി ഓർബിറ്റൽ ഉണ്ട്.
അതുകൊണ്ട് PCl5 ഉണ്ട്, എന്നാൽ NCl5 ഇല്ല. ഓക്കെ, അപ്പോൾ നൈട്രജന് +5 ഇല്ല. ഓക്കെ, പിന്നെ ഫോസ്ഫറസിനുണ്ട്, ആർസനിക്കിനുണ്ട്, താഴേക്ക് വരുന്നതനുസരിച്ച് +5 കുറഞ്ഞു വരും. നൈട്രജന് മറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് +1 ഉണ്ട്, +2 ഉണ്ട്, +4 ഉണ്ട്. ഓക്കെ, വെൻ ഇറ്റ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ, ഓക്സിജനുമായിട്ട് +1ഉം +2ഉം +4 ഉണ്ട്. ഫോസ്ഫറസ് ഓൾസോ ഷോസ് +1 and +4 ഇൻ സം ഓക്സോ ആസിഡ്സ്. ഓക്സോ ആസിഡ്സ് എന്താണെന്നുള്ളത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. And nitrogen is restricted to a maximum covalence of 4 since only 4 orbitals are available for bonding, 1s and 3p. ഒരു എസും 3 പിയും മാത്രമേ അതിനുള്ളൂ, 4 ഓർബിറ്റലേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ കൊവാലൻസി മാക്സിമം 4 ആണ്. ക്ലിയർ? ഓക്കെ. ആൻഡ് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ. അനോമലസ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഏത് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫസ്റ്റ് മെമ്പേഴ്സിന് ചില പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് അനോമലസ് പ്രോപ്പർട്ടീസ്. അത് നമ്മൾ +1 പഠിക്കുന്നതാണ്, എല്ലാ ഗ്രൂപ്പിലും പഠിക്കുന്നതാണ്. എല്ലാ ഗ്രൂപ്പിൻ്റെയും ഫസ്റ്റ് മെമ്പേഴ്സിന് അതുണ്ട്. അത് കാരണം അവർക്ക് സ്മോളർ സൈസാണ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്, ആ കൂട്ടത്തിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവാണ്, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ആണ്, അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതലാണ്, നോൺ അവൈലബിലിറ്റി ഓഫ് വാക്കന്റ് ഡി ഓർബിറ്റൽ, ഡി ഓർബിറ്റൽ ഇല്ല, അതുകൊണ്ട് കൊവാലൻസ് ഒക്കെ 4 വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ അനോമലസ് ബിഹേവിയർ? നൈട്രജൻ ഹാസ് എൻ എബിലിറ്റി ടു ഫോം p മൾട്ടിപ്പിൾ ബോണ്ട്സ്. പി ഓർബിറ്റൽ ഉപയോഗിച്ചിട്ടുള്ള പൈ ബോണ്ട്, ഒരു പി ഓർബിറ്റൽ മറ്റൊരു പി ഓർബിറ്റലുമായിട്ട് സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാവുന്ന പൈ ബോണ്ടിനെയാണ് സാധാ പൈ ബോണ്ട്, p. ഡി ഓർബിറ്റലാണ് ഉൾപ്പെട്ടതെങ്കിൽ d ബോണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച പൈ ബോണ്ടുകളൊക്കെ p ബോണ്ടുകളാണ്. അപ്പോൾ നൈട്രജൻ കാർബണുമായിട്ട് പൈ ബോണ്ട് ഉണ്ടാക്കും, നൈട്രജൻ ഓക്സിജനുമായിട്ട് പൈ ബോണ്ട് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ഫോം പൈ ബോണ്ട്സ് എന്ന് പറഞ്ഞാലും മതി. പൈ ബോണ്ട്സ് വിത്ത് സ്മോളർ ആറ്റംസ് ആൻഡ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും സ്മോൾ സൈസുമുള്ള ആറ്റങ്ങളുമായിട്ട്, എക്സാമ്പിൾ കാർബൺ ആൻഡ് ഓക്സിജൻ. പക്ഷേ ഫോസ്ഫറസ് പൈ ബോണ്ട് ഉണ്ടാക്കുന്നില്ല. ഹെവിയർ മെമ്പേഴ്സ് ഓഫ് എലമെന്റ്സ് ഡു നോട്ട് ഫോം p ബോണ്ട്സ് ആസ് their orbitals are so large and diffuse they cannot have effective overlapping. അതിന്റെ p ഓർബിറ്റൽസ് ഒക്കെ വലുതാണ്. വലിയ p ഓർബിറ്റലുകൾക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല? സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി പൈ ബോണ്ട് വീക്കാണ്. അത് വലിയ ഓർബിറ്റലും കൂടിയാണെങ്കിൽ അങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നൈട്രജന് പൈ ബോണ്ട് ഉണ്ടാക്കാം, മറ്റുള്ളവർക്ക് പൈ ബോണ്ട് ഇല്ല. പൈ ബോണ്ട് ഇല്ലാതിരിക്കാനുള്ള കാരണം അവരുടെ പി ഓർബിറ്റലിന്റെ സൈസ് കൂടുതലാണ്. നൈട്രജൻ ഈസ് ഡയറ്റോമിക്. നൈട്രജൻ N2 ആണ്, ഫോസ്ഫറസ് P4 ആണ്. വൈൽ അതർ മെമ്പേഴ്സ് ആർ പോളിയറ്റോമിക്. നൈട്രജൻ ഗ്യാസ് ആണ്, ഫോസ്ഫറസ് പോലെയുള്ള ആളുകൾ സോളിഡ്സ് ആണ്. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടഡ് ആണ്, ട്രിപ്പിൾ ബോണ്ട് N ആണ്. പക്ഷെ ഫോസ്ഫറസ് എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടഡ് ആണ്. ഫോസ്ഫറസ്, ഒരു ഫോസ്ഫറസ്, അടുത്ത ഫോസ്ഫറസ്, അടുത്ത ഫോസ്ഫറസ്, ഇങ്ങനെയാണ് ഇതിന്റെ ബോണ്ട്. ഓക്കെ, P4 എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫോസ്ഫറസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സിംഗിൾ ബോണ്ടാണ്. ഇത് ഇവിടെ നിങ്ങോട്ടൊരു ബോണ്ട്, ഇവിടെ നിങ്ങോട്ടൊരു ബോണ്ട്, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. എല്ലാം സിംഗിൾ ബോണ്ടാണ്. നൈട്രജന് മാത്രം ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഒരു 3-4 അനോമലസ് ബിഹേവിയർ. ഇറ്റ്സ് എ ഗ്യാസ് while others are solid, triple bonded while others are single bonded. They are diatomic while others are polyatomic. They form pi bonds while others are not forming pi bonds. And the reason is same everywhere in anomalous behavior. Okay, അപ്പോൾ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്നുള്ള ഹെഡിങ് അവിടെ കൊടുക്കണം. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അനോമലസ് ബിഹേവിയർ ഓഫ് നൈട്രജൻ ആണ്. ഓക്കെ, അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വാട്ട് ഈസ് ദ റീസൺ? അനോമലസ് ബിഹേവിയർ റീസൺ ആണ് എഴുതുക. ആൻഡ് ചിലപ്പോൾ 1-2 അനോമലസ് ബിഹേവിയർ മാർക്കിനനുസരിച്ച് അത് 4 വരെ ആവാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് ഡിഫറെൻറ്റ് റിയാക്ടിവിറ്റീസ്. നൈട്രജൻ നോർമലി റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ, ഓക്സിജൻ, ഹാലജൻ എക്സെട്ര. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ. ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രജൻ്റെ ഒരു കോമൺ കോമ്പൗണ്ട് ഉണ്ട്, NH3. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് അമോണിയ. PH3 ഉണ്ട്. PH3 ഈസ് കോൾഡ് ഫോസ്ഫൈൻ. ഇത് രണ്ടും വളരെ കോമൺ ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഒന്ന് അമോണിയും മറ്റൊന്ന് ഫോസ്ഫൈനും. ഈ 2 കോമ്പൗണ്ടുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നൈട്രജൻ ഉണ്ട്, അതേപോലെ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ കാണിക്കുക +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നൈട്രജൻ കാണിക്കുക -3 ആണ്. -3. ഓക്കെ, നൈട്രജൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണ്, 5 കാണിക്കില്ല. ഹൈഡ്രജൻ്റെ കൂടെ ആയതുകൊണ്ട് അത് മൈനസ് ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക വിത്തൗട്ട് ചാർജസ്, സോ ദാറ്റ് ഈസ് NH3. അതേപോലെ ഫോസ്ഫറസ്, ഹൈഡ്രജൻ +1, ഇത് -3, സോ ദാറ്റ് ഈസ് PH3. അപ്പോൾ കോമൺ ആയിട്ട്
E എന്ന് പറയുന്നത് ഗ്രൂപ്പ് 15 എലമെന്റ് ഹൈഡ്രജൻ, ഇവിടെ 3 -3 and this is +1 and they are forming hydride of the formula EH3. ഹൈഡ്രജനുമായിട്ടുള്ള കോമ്പൗണ്ടുകൾ ഹൈഡ്രൈഡ്സ് ആണ്. So all elements of group 15 forms hydrates of the type EH3 where E is nitrogen, phosphorus, arsenic, antimony or bismuth. Okay? അപ്പോൾ താഴേക്ക് പോകുന്നതിനനുസരിച്ച് EH3 എന്ന് പറയുമ്പോൾ അവിടെ ഒരു EH ബോണ്ട് ഉണ്ട്. നൈട്രജൻ ഹൈഡ്രജൻ ഫോസ്ഫറസ് ഹൈഡ്രജൻ ബോണ്ടുകൾ താഴേക്ക് പോകുന്നതിനനുസരിച്ച് സൈസ് കൂടുകയാണ്. ആസ് ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്, എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാണ് സൈസ് കൂടും. ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്, ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് കുറയുമ്പോൾ അവിടെ എന്തായിരിക്കും അതിൻ്റെ സ്റ്റെബിലിറ്റി, ഹീറ്റ് ചെയ്യുമ്പോഴുള്ള സ്റ്റെബിലിറ്റി, തെർമൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ കോമൺലി നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്റ്റെബിലിറ്റി എന്ത് ചെയ്യാണ്, തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറയാം, സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യാണ്. അത് എല്ലാ ഗ്രൂപ്പിലും സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യാണ്, എല്ലാ കോമ്പൗണ്ടിൻ്റെയും. കാരണം സൈസ് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടും. ആസ് ദ ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ് ആൻഡ് ദ സ്റ്റെബിലിറ്റി ഡിക്രീസസ്. So the stability of hydrates decreases from NH3 to BiH3. NH3, PH3, നൈട്രൽ ഫോസ്ഫറസിൻ്റെത്, ആൻറ്റിമണിൻ്റെത് ആർസനിക്കിൻ്റെത് ASH3, ആൻറ്റിമണിൻ്റെത് SbH3, ബിസ്മത്തിൻ്റെത് BiH3 എടുത്തു കഴിഞ്ഞാൽ, എല്ലാം 3 എടുത്തു കഴിഞ്ഞാൽ, 3 ആണല്ലോ എല്ലാവരും കാണിക്കുന്നത്, അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് NH3 ആണ്. കാരണം താഴേക്ക് പോകുന്നതനുസരിച്ച് സൈസ് കൂടുന്നു, സൈസ് കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ BiH3 ഹൈഡ്രജനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ പറ്റും. ഹൈഡ്രജനെ മറ്റുള്ള ആളുകൾക്ക് വിട്ടുകൊടുത്താൽ ആ മറ്റുള്ള ആളുകൾക്ക് എന്താ സംഭവിക്കുക, റിഡക്ഷൻ നടക്കും. അപ്പോൾ മറ്റുള്ള ആളുകളുടെ റിഡക്ഷന് കാരണമാവും ഹൈഡ്രജനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഇവർ റെഡ്യൂസിങ് ഏജൻസ് ആണ്. അപ്പോൾ പക്ഷേ NH3 അത് എളുപ്പത്തിൽ ഹൈഡ്രജനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. കാരണം എന്താ, സൈസ് കുറവാണ്, ബോണ്ട് ലെങ്ത് കുറവാണ്, ബോണ്ട് സ്ട്രെങ്ത് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുതലാണ്. BiH3 പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഹൈഡ്രജനെ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ റെഡ്യൂസിങ് ക്യാരക്ടർ ഓഫ് ഹൈഡ്രേറ്റ്സ് ഇൻക്രീസസ്. ഒരു ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കാം, ചാൻസ് കുറവാണ്. വൈ ദ റെഡ്യൂസിങ് ക്യാരക്ടർ ഓഫ് ഹൈഡ്രേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 15 ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്? ബിക്കോസ് there is an increase in size, there is an increase in size down the group. As the size increases, bond length increases, bond strength decreases and the stability decreases and the reducing power increases. അതേപോലെ NH3 നൈട്രജൻ ഗ്രൂപ്പ് 15 എലമെന്റ് ആണ്, അറ്റോമിക് നമ്പർ 7 ആണ്, 2 5 ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 5 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 5 ഇലക്ട്രോൺസിൽ 3 ഇലക്ട്രോൺസിനെ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് NH3 ഉണ്ടായത്. അതുപോലെ തന്നെയാണ് മറ്റ് EH3കളും ഉണ്ടായത്. ഓക്കെ, മറ്റ് EH3 കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ ഒരു ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ട്, 5 ഇലക്ട്രോൺസിൽ 3 ബോണ്ട് ചെയ്തോ 2. അപ്പോൾ എല്ലാവരും ബേസസ് ആണ്, എല്ലാവരും ബേസസ് ആണ്. ഓക്കെ, പക്ഷേ നൈട്രജൻ ആണ് അതിൽ ഏറ്റവും ചെറിയ ആൾ, ഫോസ്ഫറസ് അതിനേക്കാളും വലുതാണ്. അപ്പം നൈട്രജന്റെ മേലെ ലോൺ പെയർ ഉണ്ടാകുമ്പോൾ ചെറിയ ആറ്റത്തിന്റെ മേലെയാണ് ലോൺ പെയർ. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്, മിനിമം വോള്യത്തിൽ മാക്സിമം ഇലക്ട്രോൺ ആണ്. ഫോസ്ഫറസ് ആകുമ്പോൾ സൈസ് കൂടി, അപ്പോൾ ആ കൂടിയ സൈസിലാണ് 2 ഇലക്ട്രോൺ ഉള്ളത്. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് NH3 ആണ് കൂട്ടത്തിലെ ഏറ്റവും സ്ട്രോങ്ങർ ബേസ്. ബേസിസിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രേറ്റ്സ്. ഓക്കെ, അതിൻ്റെ റീസൺ എന്താ? റീസൺ എന്താ? ആസ് ദ സൈസ് ഇൻക്രീസസ്, ആസ് ദ സൈസ് ഇൻക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിക്രീസസ്. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നു, ഇലക്ട്രോൺ ഡെൻസിറ്റി ഡിക്രീസസ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഹൈഡ്രേറ്റ്സ്. അപ്പോൾ എന്ത് ടൈപ്പ് ഹൈഡ്രേറ്റ് ആണ് ഉണ്ടാക്കുക, അവരുടെ സ്റ്റെബിലിറ്റിൻ്റെ ഓർഡർ എന്താണ്, അവരുടെ റെഡ്യൂസിങ് പവറിൻ്റെ ഓർഡർ എന്താണ്, അവരുടെ ബേസിസിറ്റിൻ്റെ ഓർഡർ എന്താണ്. ഓക്കെ, നെക്സ്റ്റ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ. ഇവർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്സിജന് -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത് കൊണ്ട് നൈട്രജനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ് ഓക്സിജന്. അപ്പോൾ ഇവരുടെ കോമ്പൗണ്ട് എങ്ങനെ ഫോം ചെയ്ത് നോക്കാം, NO. ഓക്കെ, NO എന്ന് പറയുമ്പോൾ ഇവിടെ -2, ഇത് +3 ആണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ N2O3. അപ്പോൾ ജനറലി എന്താണ്, E2O3 ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ എലമെന്റ് E, അതേപോലെ ഓക്സിജൻ -2 കാണിക്കും. ഇവർ +5 കാണിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് E2O5. The compound is E2O5.
So all elements of group 15 forms two types of oxides, E2O3 and E2O5. E2O3 ഫോം ചെയ്യുന്നുണ്ട്, E2O5 ഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക്. ജനറലി മെറ്റൽ ഓക്സൈഡ്സ് ബേസിക്കും നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആസിഡിക്കുമാണ്. താഴേക്ക് പോകുന്നതിനനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. അപ്പോൾ ഈ ഓക്സൈഡുകളുടെ ബേസിക് ക്യാരക്ടർ എന്ത് ചെയ്യുന്നു? താഴേക്ക് പോകുന്നതിനനുസരിച്ച് കൂടുകയാണ്. സോ ദ ബേസിക് ക്യാരക്ടർ ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ആൻഡ് ദ അസിഡിക് ക്യാരക്ടർ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. സോ ദ അസിഡിക് ക്യാരക്ടർ ഓഫ് ദീസ് ഓക്സൈഡ്സ് നമുക്ക് പറയാൻ പറ്റും, അസിഡിക് ക്യാരക്ടർ ഓഫ് ദീസ് ഓക്സൈഡ്സ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ദ ഓക്സൈഡ്സ് ഓഫ് ദ ടൈപ്പ് E2O3 ഓഫ് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ആർ പ്യുവർലി അസിഡിക്. ഓക്കെ, ഒരു E2O3 ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവർ പ്യുവർലി അസിഡിക് ആണ്. ആർസെനിക്കിന്റെ E2O3 ആംഫോട്രിക് ആണ്, കാരണം അവർ മെറ്റലോയിഡ്സ് ആണ്. ബിസ്മത്ത് മെറ്റൽ ആണ്, അതുകൊണ്ട് അത് ബേസിക് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമുക്കിവിടെ നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും ഓക്സൈഡുകൾ എടുക്കാം. ഒരു എക്സാമ്പിൾ N2O3, അതേപോലെ P2O3 പ്യുവർ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആണ്, അതുകൊണ്ട് അസിഡിക് ആണ്. പിന്നെ അവിടെ ആർസെനിക് ഉണ്ട്, ദാറ്റ് ഈസ് AS2O3, ആന്റിമണി Sb2O3 അവരെന്താണ്? ആംഫോട്ടറിക് ആണ്. ആംഫോട്ടറിക് മീൻസ് ആക്ട് ബോത്ത് ആസ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആൻഡ് ബിസ്മത്തിന്റെ ഓക്സൈഡ് BiO3, ദാറ്റ് ഈസ് ബേസിക്. കാരണം അതെന്താണ്? ബിസ്മത്ത് ഈസ് എ മെറ്റൽ. ഓക്കെ, ദീസ് ആർ മെറ്റലോയിഡ്സ് ആണ്. ഇവർ രണ്ടുപേരും എന്താണ്? നോൺ മെറ്റൽസ് ആണ്. അപ്പൊ നോൺ മെറ്റൽസിന്റെ ഓക്സൈഡ് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. ക്ലിയർ? അപ്പൊ അത്രയാണ് ഓക്സൈഡുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ട് ടൈപ്പ് ഓക്സൈഡ്സ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് ഓക്സൈഡ്സിനെ പറ്റി ഏതിൽ E2O3 ആണെങ്കിലും E2O5 ആണെങ്കിലും അസിഡിക് ക്യാരക്ടർ ഡൗൺ ദ ഗ്രൂപ്പ് ഡിക്രീസ് ചെയ്യാണ്. അതിൽ നമ്മൾ E2O3ന്റെ എക്സാമ്പിൾ എടുത്തിട്ട് പറഞ്ഞു. E2O5ഉം അങ്ങനെ തന്നെയാണ്. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹാലജൻ. ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ E എന്നെടുക്കാം, X എന്നെടുക്കാം. ഹാലജൻ -1 ആണ്. ഓക്കെ, ഇവർ +3 കാണിക്കുകയാണെങ്കിൽ ദേ ഫോമിങ് EX3. ഇനി എലമെന്റ് എക്സ് ഇവർ -1 തന്നെ, ഇവർ +5 ആണെങ്കിൽ ദേ ആർ ഫോമിങ് EX5. പക്ഷെ നൈട്രജന് EX5 ഒരു എക്സാമ്പിൾ ആണ് PCl5, EX3ക്ക് എക്സാമ്പിൾ ആണ് PCl3, NCl3. പക്ഷെ NCl5 ഇല്ല. ഓക്കെ, എലമെന്റ്സ് റിയാക്ട് ടു ഫോം 2 series of halides EX3 and EX5. Nitrogen do not form pentahalide due to the unavailability of vacant d orbital in its valence shell. അവിടെ എത്രയേ ഉള്ളൂ? മാക്സിമം കൊവാലൻസ് 4 ഉള്ളൂ. ഓക്കെ, ആൻഡ് നമ്മൾക്ക് ഒരു PCl3യും ഒരു PCl5 കൊടുത്താൽ ഇവിടെ ഫോസ്ഫറസ് +3യിലാണ്, ഇവിടെ ഫോസ്ഫറസ് +5ലാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ഇലക്ട്രോണെ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല. 1 ഇലക്ട്രോണെ വിട്ടുകൊടുക്കാം, 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കാം, മാക്സിമം 3 ഇലക്ട്രോണെ വരെ വിട്ടുകൊടുക്കാം. PCl5നകത്തൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും 5 ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയല്ല ചെയ്യുന്നത്. ക്ലോറിനും ഫോസ്ഫറസും തമ്മിലുള്ള ബോണ്ടിൽ ക്ലോറിനിൽ നിന്നും ഫോസ്ഫറസിൽ നിന്നും അകന്ന് ഇലക്ട്രോൺ നിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജാണ് +5. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പാർഷ്യൽ ചാർജും ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഒരിക്കലും +5 +7 ഇപ്പം നമ്മൾ KMnO4 എടുക്കുകയാണെങ്കിൽ KMnO4 അത് D ബ്ലോക്ക് എലമെന്റ് ആണ്. ഓക്കെ, -2 × 4 ആണ്, ഇത് +1 ആണ്, +7. ഒരിക്കലും മാംഗനീസ് 7 ഇലക്ട്രോണെ വിട്ടുകൊടുക്കല്ല, അതിനേക്കാൾ നല്ലൊരു ഇലക്ട്രോൺ അങ്ങോട്ട് വാങ്ങിക്കുകയാണ്. അവിടെ ഓക്സിജനിലേക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 കൂടുകയാണെങ്കിൽ അത് ഒരിക്കലും അയോണിക് അല്ല, അത് കൊവാലന്റ് ആണ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അത് കൊവാലന്റ് ക്യാരക്ടർ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ PCl5 എന്ന് പറയുന്നത് PCl3നേക്കാളും കൊവാലന്റ് ആണ്. ആസ് ദ ഓക്സിഡേഷൻ, നോട്ട് ദ പോയിന്റ്, ആസ് ദ ഓക്സിഡേഷൻ നിങ്ങൾ നോട്ട് ചെയ്തോളാം. ആസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് കൊവാലന്റ് ക്യാരക്ടർ ഇൻക്രീസസ്. കൊവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് നോൺ മെറ്റലിന്റെ ക്യാരക്ടറാണ്. അപ്പം നോൺ മെറ്റാലിക് ക്യാരക്ടറും അവിടെ കൂടുകയാണ്. PCl5ന് PCl3നേക്കാളും കൊവാലന്റ് ക്യാരക്ടറും ഉണ്ട്, നോൺ മെറ്റാലിക് ക്യാരക്ടറും ഉണ്ട്. അത് എല്ലാ ഗ്രൂപ്പിലും. സോ പെൻഡാഹാലിഡ്സ് ആർ മോർ കൊവാലന്റ് ദാൻ ട്രൈഹാലിഡ്സ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാലോ അഥവാ ചോദിച്ചാൽ എന്ത് ചെയ്യും? റീസൺ നമുക്ക് പറയാൻ പറ്റും. ആസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്, ഓക്കെ, ആസ് ദ ഓക്സിഡേഷൻ നമ്പർ
increases. Covalent character and non-metallic character increases. അത് ബി ബ്ലോക്കിലാണെങ്കിലും ഡി ബ്ലോക്കിലാണെങ്കിലും നോൺ മെറ്റാലിക് ക്യാരക്ടർ, അത് നമ്മൾ ഡി ബ്ലോക്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ കാരണം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് മെറ്റൽസ്. റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ പറഞ്ഞു, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ പറഞ്ഞു. ഹൈഡ്രജനുമായിട്ട് ഹൈഡ്രൈഡ് ഉണ്ടാവുന്നു, ഓക്സിജനുമായിട്ട് ഓക്സൈഡ് ഉണ്ടാവുന്നു. ഹാലജനുമായിട്ട് എന്തുണ്ടാക്കുന്നു? ഹാലൈഡുകൾ ഫോം ചെയ്യുന്നു. ദേ ആർ ഫോമിങ് ഹാലൈഡ്സ്. ഇനി മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താൽ, മെറ്റൽസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആയിരിക്കും, അപ്പം അവിടെ മൈനസേ ഉണ്ടാവുള്ളൂ ഈ എലമെന്റിന്. ഓക്കെ, ഇപ്പോൾ കാൽഷ്യവും നൈട്രജനും തമ്മിൽ റിയാക്ട് ചെയ്താൽ നൈട്രജന് -3, ഇയാൾക്ക് +2, സോ ദേ ആർ ഫോമിങ് Ca3N2. അപ്പോൾ ഒരു മെറ്റൽ നൈട്രൈഡ്, കാൽഷ്യം നൈട്രൈഡ് ആണ്, നൈട്രൈഡുകളാണ് ഇവർ ഫോം ചെയ്യുക. All elements reacts with metals to form their binary compounds exhibiting -3 oxidation state. അല്ലെങ്കിൽ all elements forms metal nitride എന്ന് പറഞ്ഞാൽ മതി. All elements shows metal nitride and this is an example. ഇനി ഫോസ്ഫറസ് ആണെങ്കിലോ കാൽഷ്യവും ഫോസ്ഫറസും ഒരു +2, ഇത് -3. അപ്പം എന്താ വരിക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Ca3P2. ഇനി മഗ്നീഷ്യം എടുത്തോ, മഗ്നീഷ്യം നൈട്രജനും ഇവർക്ക് +2, ഇവർക്ക് എന്താണ് -3. അപ്പോൾ അത് എന്താ വരിക? Mg3N2, മഗ്നീഷ്യം നൈട്രൈഡ്. ഓക്കെ, ഇനി സോഡിയമാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ, NaN. ഓക്കെ, അപ്പോൾ ഇവിടെ -3, ഇത് +1. അപ്പോൾ അവരുടെ എന്താ വരിക? ദാറ്റ് ഈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Na3N. ഇനി ഫോസ്ഫറസ് അതേപോലെ സോഡിയം ഫോസ്ഫറസ് കൊടുക്കുക, സോഡിയം ആൻഡ് ഫോസ്ഫറസ്. ഓക്കെ, ഇത് +1, ഇത് -3. അപ്പോൾ എന്താ വരിക? Na3P. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ Ca3N2ഉം Ca3P2 ആണ്. അപ്പോൾ what is the reaction with the metal? They reacted with the metals to form nitrides. Phosphorus reacted to form phosphites. ഓക്കെ, നൈട്രൈഡ്സുകൾ ഉണ്ടാക്കാം, ഫോസ്ഫൈഡുകൾ, കാൽഷ്യം ഫോസ്ഫൈഡ്, കാൽഷ്യം നൈട്രൈഡ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് 1-2 പോയിന്റ്സ് മനസ്സിലാക്കി വെച്ചാൽ മതി. ദീസ് ആർ ദ ഡിഫറെൻറ്റ് റിയാക്ഷൻസ് ഓഫ് group 15 element. Reaction with hydrogen, they form hydrates. Reaction with oxygen, they form oxides. Reaction with halogen, they form halides. And with the metals, they form nitrogen form metal nitride, phosphorus form metal phosphide. മറ്റത് ആസിനൈഡ്, ആന്റിമോണൈഡ്, ബിസ്മത്തൈഡ് എന്നൊക്കെ പറയും. അതിലേക്കൊന്നും പോണ്ട, 2 എലമെന്റിൻ്റെ നോക്കിയാൽ മതി. ഓക്കെ, and the next is a question. It's an example that is given in your NCERT. Though nitrogen exhibit +5 oxidation state, it does not form pentahalide. +5 കാണിക്കാം, പക്ഷേ ഇപ്പം N2O5 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. N2O5 എന്ന് വെച്ചാൽ -2 × 5 +5 × 2 ആണ്. +5 കാണിക്കുന്നുണ്ട്, പക്ഷെ +5 എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ബോണ്ടല്ല. 5 ഇലക്ട്രോണിനെ മൊത്തമായിട്ട് വിട്ടുകൊടുത്തു എന്ന് അവിടെ ഒരു അർത്ഥമില്ല. 5 ഇലക്ട്രോൺസ് അവിടെ നിന്ന് മാറി നിന്നു. ചിലത് ബോണ്ടിലാണ്, ചിലത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കൊണ്ടാണ്. പക്ഷെ PCl5 എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നൈട്രജൻ വിത്ത് N=2 ഹാസ് S and P orbital. It does not have D orbital to expand its covalence beyond 4. അവിടെ PCl5 അവിടെ 5 ബോണ്ടുകൾ തന്നെ ഉണ്ട്. N2O5 5 ബോണ്ടുകളില്ല. 5 ബോണ്ടുകൾ ഉള്ളത് കൊണ്ട് +5 വന്നതല്ല. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പെന്റാഹാലൈഡ്സിന് എന്തുകൊണ്ട് പിന്നെ PCl5 ഉള്ളതുപോലെ NCl5 ഇല്ല എന്ന് ചോദിച്ചാൽ, +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് പെന്റാഹാലൈഡ് NCl5 ഫോം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസറേ ഉള്ളൂ, അൺഅവൈലബിലിറ്റി ഓഫ് വാക്കന്റ് ഓർബിറ്റൽ. സോ ദ മാക്സിമം കോവാലൻസ് ഈസ് 4. PH3 ഹാസ് ലോവർ ബോയിലിംഗ് ദാൻ NH3. അത് നമുക്ക് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. NH3 എന്ന് പറയുമ്പോൾ നൈട്രജൻ ഹൈഡ്രജൻ ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്ന ആളാണത്. അപ്പോൾ ഇവിടെ ∆-, ഇവിടെ ∆+. ഓക്കെ, അപ്പോൾ അടുത്ത NH3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഇതേപോലെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ ഉണ്ട്. സോ unlike NH3, PH3 molecules are not associated through hydrogen bonding in liquid state. That is why boiling point of PH3 is lower than NH3. Simple ആയിട്ട് നമുക്ക് പറയാം, in NH3 hydrogen bond is present, but in PH3 there is no hydrogen bond. ഫോസ്ഫറസും ഹൈഡ്രജൻ തമ്മിലുള്ള ബോണ്ട് അത്ര പോളാർ അല്ല. ആരൊക്കെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുക? ഫോൺ, ഫ്ലൂറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. ഓക്കെ,
There is another question. Why are pentahalides of phosphorus, arsenic, antimony and bismuth are more covalent than trihalides? അതായത് PCl3 എന്തുകൊണ്ട് PCl3നേക്കാളും എന്തുകൊണ്ട് PCl5 കൊവാലൻ്റ് ആയി? അതേപോലെ AsCl3നേക്കാളും കൂടുതൽ AsCl5 എന്തുകൊണ്ട് കൊവാലൻ്റ് ആയി? അതേപോലെ ആൻറ്റിമണിൻ്റെയും ബിസ്മത്തിൻ്റെയും ട്രൈഹാലൈഡിനേക്കാളും പെൻറ്റാഹാലൈഡ് എന്തുകൊണ്ട് കൊവാലൻ്റ് ആയി എന്ന് ചോദിച്ചാൽ ഇവിടെ +3 ആണ്, ഇവിടെ +5 ആണ്. ആസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് കൊവാലന്റ് ക്യാരക്ടർ ഇൻക്രീസസ്. ആസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് അടുത്തത് why BaH3 is a strong reducing agent among all hydrates of group 15? NH3നേക്കാളും PH3നേക്കാളും ഒക്കെ ഏറ്റവും സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് BiH3 ആവാനുള്ള കാരണം എന്താ? Down the group as the size increases. BiH3 maximum size ആണ്. As the size increases, bond length increases, bond strength decreases. Bond strength decrease ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും as the size increases, bond length increases, bond strength decreases and the reducing character increases. ഓൾറെഡി പറഞ്ഞതാണ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഓക്കെ, നമ്മളെല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും വേറൊരു സെഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ്റെ ഒരു സെറ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന്. ഇതെല്ലാം നോൺ ഫോക്കസ് ഏരിയയിൽ നിന്ന്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഡൈനൈട്രോജൻ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 50 എല്ലാം ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പഠിച്ചു. ഓക്കെ, ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പഠിച്ചതിന് ശേഷം ഇനി നമ്മൾ ഓരോ കോമ്പൗണ്ടുകൾ എടുക്കുകയാണ്. ഡൈനൈട്രോജൻ N2നെ പറ്റി പഠിക്കുകയാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ N2 അറ്റ്മോസ്ഫിയറിൻ്റെ ടോട്ടൽ വോളിയത്തിൻ്റെ 78% നൈട്രജനാണ്, 21% ഓക്സിജനുമാണ്. ഈ നൈട്രജനും ഓക്സിജനും തമ്മിൽ ബോയിലിംഗ് പോയിന്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ രണ്ടുപേരും ഗ്യാസാണ്. ആ ഗ്യാസ് ആയിട്ടുള്ള എയർ എടുക്കുക. എയറിനകത്ത് നൈട്രജനുണ്ട്, ഓക്സിജനുണ്ട്. അതിനെ ലിക്വിഫൈ ചെയ്യുക. ലിക്വിഫൈ ചെയ്തിട്ട് ഡിസ്റ്റിലേഷൻ നടത്തുക. ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ എന്താ ഡിസ്റ്റിലേഷൻ എന്താ? നമ്മൾ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുക്കും. എന്നിട്ട് അവിടെ ലിക്വിഫൈ ചെയ്തിട്ടുള്ള നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും മിക്സ്ചർ എടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഒരു കണ്ടൻസറൊക്കെ വെച്ചിട്ട് ഡിസ്റ്റിലേഷൻ അറിയില്ലേ, ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. അത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് നടത്തുന്നത്. സോ ദ മെത്തേഡ് ഈസ് ബൈ ദ ലിക്വിഫാക്ഷൻ ആൻഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എയർ. എയറിന് ആദ്യം ലിക്വിഫൈ ചെയ്യുക, എന്നിട്ട് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുക. ബോയിലിംഗ് പോയിന്റിന്റെ ഡിഫറൻസ് കുറയുമ്പോഴാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുക. കൂടുതൽ ഡിസ്കസ് ചെയ്യാനില്ല, കാരണം ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒക്കെ പറയാനുണ്ട്, പക്ഷെ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ മെത്തേഡ്. കാരണം ഇഷ്ടം പോലെ നൈട്രജൻ എയറിലുണ്ട്, അതിനെ ലിക്വിഫൈ ചെയ്യുക, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുക. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആൻഡ് കൊമേഴ്ഷ്യൽ എക്കണോമിക് മെത്തേഡ്. ലബോറട്ടറി പ്രിപ്പറേഷൻ വളരെ കുറവ് മതിയെങ്കിൽ നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് വൺ അമോണിയം ക്ലോറൈഡിൽ നിന്നാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് aqueous solution of ammonium chloride with sodium nitrite NaNO2. NH4Cl plus NaNO2. ഇവിടെയുള്ള എന്നും ഇവിടെയുള്ള എന്നും N2, ഇവിടെയുള്ള ഹൈഡ്രജനും ഓക്സിജൻ ചേർന്നിട്ട് H2O ആൻഡ് എണ്ണയും സിയലും ചേർന്നിട്ട് NaCl. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് അമോണിയം ക്ലോറൈഡ് വിത്ത് സോഡിയം നൈട്രൈറ്റ്. Okay, that is the first method. And the second method, it is obtained by heating ammonium dichromate. Potassium dichromate K2Cr2O7 ആണ്. Ammonium dichromate NH4 twice Cr2O7. Okay, Cr2O7 2- നെയാണ് ഡൈക്രോമേറ്റ്. അതിനെ ബാലൻസ് ചെയ്യാൻ 2 NH4+ വന്നാൽ മതി. NH4 twice Cr2O7. അതിനെ ഹീറ്റ് ചെയ്യാം. തെർമൽ ഡിക്കമ്പോസിഷൻ എന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്തിട്ട് ഡിക്കമ്പോസ് ചെയ്യാം. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ N2 പ്രൊഡ്യൂസ് ചെയ്യും, H2O പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് Cr2O3 പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ പ്യുവർ നൈട്രജൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് തെർമൽ ഡിക്കമ്പോസിഷൻ ഓഫ് സോഡിയം അല്ലെങ്കിൽ ബേരിയം അസൈഡ്. സോഡിയം അല്ലെങ്കിൽ ബേരിയം അസൈഡ്. ബേരിയം അസൈഡ് എന്ന് വെച്ചാൽ BaN3 ട്വൈസ് ആണ്. അതായത് BA ഉണ്ട്, ബേരിയം അത് +2, N3 എന്ന് പറയുന്നത് 3 നൈട്രജൻ ചേർന്നിട്ട് അത് -1 ആണ്. അതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് BaN3 ട്വൈസ് അസൈഡ്. അതേപോലെ സോഡിയം അസൈഡ് ആണെങ്കിൽ N3 -1 ഇത് +1, അപ്പോൾ അതിൻ്റെ അത് NaN3 ആണ്. ഓക്കെ, നമ്മൾ ഈ വാഹനങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ എയർ ബാഗുകളില്ലേ, എയർ ബാഗ്, അതിൽ ഒന്നെങ്കിൽ ബേരിയം അസൈഡ് അല്ലെങ്കിൽ സോഡിയം അസൈഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ വണ്ടി പോയിട്ട് ഇടിക്കുമ്പോൾ ആ സ്ട്രെസ്സിൽ ഈ റിയാക്ഷൻ അങ്ങ് നടക്കും. എന്നിട്ട് അതിന് നൈട്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ നൈട്രജൻ ഗ്യാസാണ് ഫില്ല് ചെയ്തിട്ട് എയർ ബാഗ് ഇങ്ങനെ വിരിഞ്ഞു വരുന്നത്.
അപ്പോൾ എയർ ബാഗിനകത്ത് യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ സോഡിയം അസൈഡ് അല്ലെങ്കിൽ ബേരിയം അസൈഡ് ആണ്. അതിൻ്റെ തെർമൽ ഡികമ്പോസിഷൻ നടത്തി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് പ്യുവർ നൈട്രജൻ. ചോദിച്ചിട്ടുണ്ട്, ഹൗ ക്യാൻ യു പ്രിപ്പയർ പ്യുവർ നൈട്രജൻ? ബൈ ദ തെർമൽ ഡികമ്പോസിഷൻ. തെർമൽ ഡികമ്പോസിഷൻ എന്ന് വെച്ചാൽ ബൈ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്താൽ അത് ഡികമ്പോസ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്തിട്ട് വരുന്നു. ബൈ ദ തെർമൽ ഡികമ്പോസിഷൻ ഓഫ് ബേരിയം അസൈഡ് ഓർ സോഡിയം അസൈഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലബോറട്ടറി മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ മെത്തേഡ് ലിക്വിഫാക്ഷൻ ഫോളോഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് എയർ. ലബോറട്ടറി മെത്തേഡിൽ ട്രീറ്റിംഗ് അമോണിയം ക്ലോറൈഡ് വിത്ത് സോഡിയം നൈട്രേറ്റ്, തെർമൽ ഡികമ്പോസിഷൻ ഓഫ് അമോണിയം ഡൈക്രോമേറ്റ് ആൻഡ് തെർമൽ ഡികമ്പോസിഷൻ ഓഫ് ബേരിയം ഓർ സോഡിയം അസൈഡ്. ബേരിയം അസൈഡിന്റെ ഫോർമുല മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. സോഡിയം അസൈഡിൻ്റെതും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ പറയാം, NaN3 gives Na2NaN3 gives 2Na plus 3N2. ഓക്കെ, അത് സോഡിയം അസൈഡിന്റെ ഡികമ്പോസിഷൻ ആണ്. അതും കൂടി നോക്കി വെക്കുക. നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ്. യു നോ N2 ഈസ് എ കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്, നോൺ ടോക്സിക് ഗ്യാസ്. എത്ര പ്രോപ്പർട്ടീസ് ആയി? കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, നോൺ ടോക്സിക് ആണ്, ഗ്യാസ് ആണ്. വെരി ലോ സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ. വാട്ടറിൽ വല്ലാണ്ട് ലയിക്കില്ല. ലോ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. വളരെ ടെമ്പറേച്ചർ താഴ്ത്തിയാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, അത് ഫ്രീസ് ചെയ്യുള്ളൂ. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് അത്രയും താഴെയാണ്, ഓൾറെഡി ബോയിൽഡ് ആയിട്ട് പെർമനന്റ് ഗ്യാസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇനേർട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനേർട്ട്, റിയാക്ട് ചെയ്യൂല, കാരണം നൈട്രജനകത്ത് ട്രിപ്പിൾ ബോണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബോണ്ട് എൻതാൽപ്പി, എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദ ബോണ്ട് വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് ഇനേർട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ ബിക്കോസ് ഓഫ് ഹൈ ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, പിന്നെ അപ്പോൾ അത്രയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ്. മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ദേ ആർ ഫോമിങ് അയോണിക് നൈട്രൈഡുകൾ. നൈട്രജൻ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രൈഡ് ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ലിഥിയവുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ലിഥിയം ആൻഡ് നൈട്രജൻ. ഇവിടെ ലിഥിയത്തിന് +1, നൈട്രജന് -3, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫോമിങ് Li3n. നിങ്ങൾക്ക് ഇവിടെ കാണാം Li3n. ഇനി മെഗ്നീഷ്യം ആണെങ്കിൽ മെഗ്നീഷ്യം ആൻഡ് നൈട്രജൻ, മെഗ്നീഷ്യം ഗ്രൂപ്പ് 2 +2, നൈട്രജൻ -3. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Mg3n2. ഇവിടെ Mg3n2. ഇത് രണ്ടും അയോണിക് നൈട്രജൻ ആണ്, അയോണിക് നൈട്രൈഡ് ആണ്, നോട്ട് അയോണിക് നൈട്രജൻ, അയോണിക് നൈട്രൈഡ്. നൈട്രൈനുമായിട്ടുള്ള കോമ്പൗണ്ട് നൈട്രൈഡ് ആണ്, മെറ്റൽ നൈട്രൈഡ്സ് ആണ്. അപ്പോൾ ഇവിടെ 6Li plus N2 gives 2Li3n, 3Mg plus N2 gives Mg3n2. ഇവിടെ കിട്ടുന്ന ഫോർമുല ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അത് നോൺ മെറ്റൽസുമായിട്ടാണെങ്കിൽ, നോൺ മെറ്റൽസുമായിട്ടുള്ള ഹൈഡ്രൈഡ് വെരി കോമൺ ആണ്. N2 plus 3H2 gives 2NH3. അതൊരു കൊവാലന്റ് നൈട്രൈഡ് ആണ്, കൊവാലന്റ് ആണ്, അമോണിയ കൊവാലന്റ് നൈട്രൈഡ്. സോ ഇറ്റ് ഫോംസ് കൊവാലന്റ് നൈട്രൈഡ് വിത്ത് നോൺ മെറ്റൽ. നോൺ മെറ്റൽ ആയിട്ടുള്ള ഹൈഡ്രജനുമായിട്ട് അവരുണ്ടാക്കുന്നത് കൊവാലന്റ് നൈട്രൈഡ് ആണ്. ഇത് ഹൈഡ്രജന്റെ നൈട്രൈഡ് ആണ്, നൈട്രജന്റെ ഹൈഡ്രൈഡ് ആണ്. നൈട്രജന്റെ ഹൈഡ്രൈഡ് അല്ലെ ഹൈഡ്രജന്റെ നൈട്രൈഡ്, രണ്ട് രീതിയിലും എന്ത് ചെയ്യാം പറയാം. ഓക്കെ, പിന്നെ അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ, അപ്പോൾ അവിടെ മെറ്റൽസുമായിട്ട് അയോണിക് നൈട്രൈഡ്, നോൺ മെറ്റൽസുമായിട്ട് കൊവാലന്റ് നൈട്രൈഡ്, ഓക്സിജനുമായിട്ട് NO ഫോം ചെയ്യുന്നു, N2 plus O2 അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, സാധാരണ ഇത് ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, തണ്ടർ സ്റ്റോം, ലൈറ്റനിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ മോണോക്സൈഡ്. സോ ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ഓഫ് അബൌട്ട് 2000 Kelvin ആൻഡ് ഇറ്റ് ഫോം നൈട്രിക് ഓക്സൈഡ്. നൈട്രജൻ മോണോക്സൈഡ് എന്ന് പറയാം, നൈട്രിക് ഓക്സൈഡ് എന്നും പറയാം. ഓക്കെ, സോ വിത്ത് മെറ്റൽസ്, വിത്ത് നോൺ മെറ്റൽസ് തന്നെ ഹൈഡ്രജനുമായിട്ട് നൈട്രൈഡ്, ഇനി അവിടെ ഓക്സിജനുമായിട്ട് ദേ ആർ ഫോമിങ് ഓക്സൈഡ്. ഓക്കെ, and the next is the last about N2 is their uses. ഡൈനൈട്രജൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്, N2ൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ഓഫ് അമോണിയാണ്. അമോണിയൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഫെർട്ടിലൈസർ, വളം ഉണ്ടാക്കാനാണ്. ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് കണ്ടെയ്നിങ് നൈട്രജൻ. അപ്പോൾ അവിടെ NH3 ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ HNO3 നൈട്രിക് ആസിഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് അതർ ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ക്രിയേറ്റ് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ. എവിടെയെങ്കിലും ഒരു അറ്റ്മോസ്ഫിയർ ഇനേർട്ട് ആവണമെങ്കിൽ, സാധാരണ നോബിൾ ഗ്യാസസ് യൂസ് ചെയ്യാം, നൈട്രജനും യൂസ് ചെയ്യാം, കാരണം N-ട്രിപ്പിൾ ബോണ്ട് Nന്റെ ബോണ്ട് എൻതാൽപ്പി വളരെ കൂടുതലാണ്. പിന്നെ ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്ന ഒരു റെഫ്രിജറൻ്റ് ആണ്. എന്തിന്? ടു പ്രിസർവ് ബയോളജിക്കൽ മെറ്റീരിയൽസ്, കേട് വരാണ്ട് സൂക്ഷിക്കാൻ ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്യാം. ഓക്കെ, ടു പ്രിസർവ് ബയോളജിക്കൽ മെറ്റീരിയൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് ഇൻ ക്രയോസർജറി. ക്രയോസർജറി എന്ന് വെച്ചാൽ ലോ ടെമ്പറേച്ചറിൽ നടത്തുന്ന സർജറീസ് ആണ്. അതിന് വേണ്ടിയിട്ടും ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ലിക്വിഡ് നൈട്രജൻ അത്രയും എന്താ പറയുക, അത്രയും നല്ലൊരു റെഫ്രിജറൻ്റ് ആണ്, ഒരു കൂളൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ദെർ ഇസ് എ ക്വസ്റ്റ്യൻ,
റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് തെർമൽ ഡികമ്പോസിഷൻ ഓഫ് സോഡിയം അസൈഡ്. നമ്മൾ ഓൾറെഡി എഴുതി. ബേരിയം അസൈഡിന്റെ അവിടെ ടെക്സ്റ്റിൽ തന്നിട്ട് സോഡിയം അസൈഡിന്റെ ചോദിച്ചു. അപ്പൊ എന്താ 2NaN3 gives 2Na plus 3N2. ഓക്കെ, ദിസ് ഈസ് ദ റിയാക്ഷൻ. അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, അതും കൂടി അവിടെ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് N2 അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് അമോണിയ. അമോണിയ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല ബിക്കോസ് ദാറ്റ് ഈസ് ഇൻ ഫോക്കസ് ഏരിയ. അപ്പോൾ അമോണിയൻ്റെ മാനുഫാക്ചറിങ്ങും പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും സ്ട്രക്ചറും എല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. ഓക്കെ, നമ്മൾ നൈട്രേൻ്റെ അടുത്ത കോമ്പൗണ്ടുകളും അതേപോലെ ഗ്രൂപ്പ് 50 ഫോസ്ഫറസിൻ്റെ കോമ്പൗണ്ടുകളും കുറച്ചുകൂടി ഉണ്ട്. നമ്മളത് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.